ബിഗ് ബോസ് സീസൺ 7 അനീഷ് ജയിച്ചാലും അനുമോള് ജയിച്ചാലും ആര് ജയിച്ചാലും ഇക്കൊല്ലത്തെ ബിഗ് ബോസിലെ കപ്പടിക്കാൻ പോകുന്നത് PR വിനു ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? PR ഇത്രയും പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള വേറെ ഏതെങ്കിലും ബിഗ് ബോസ് സീസൺ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് PR വിനുവിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അനീഷിനെയാണ് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ. അതുപോലെ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. അഖിൽമാരാറിന്റെ സീസൺ തൊട്ടാണ് നമ്മൾ ഈ ഒരു PR എന്നുള്ള ഒരു സംഭവം കേട്ട് തുടങ്ങിയതല്ലേ. അങ്ങനെ അതിനുശേഷം ഒരു വ്യക്തിക്ക് ഇത്രയധികം പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു PR ചെയ്യുന്ന വ്യക്തിക്ക് ഇത്രയധികം പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സീസണിലാണ്. അതും കൂടുതലും കിട്ടിയിട്ടുള്ള അനുമോളുടെ PR എന്ന് പറയപ്പെടുന്ന വിനുവിനാണ്. എന്തായാലും PR വിനു ഇതുകൊണ്ട് നല്ല രീതിയിൽ ആളുകളുടെ ഇടയിൽ ഫേമസ് ആയി എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, ബിഗ് ബോസിൽ ഇപ്പോൾ പല സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കണ്ടാവുക അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കണ്ടാവുക. അപ്പൊ അനുമോൾ ജയിക്കുമെന്നാണ് എല്ലാ സൂചനകളും കൂടുതൽ സൂചിപ്പിക്കുന്നത് എന്നാണ് സത്യം. അതിലൊരു തർക്കവും വേണ്ട. എങ്കിലും അവസാന നിമിഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരു വിവരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഒരു ഡമ്മിയെ പോലെ ഒരു വിന്നറായി പ്രഖ്യാപിച്ചതിന് ശേഷം, വിന്നറായിട്ട് പ്രഖ്യാപിക്കലട്ട, അതിനൊരു സൂത്രത്തിലൂടെ ഒരു ഡമ്മിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിന്നറെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്വിസ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അനീഷ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അതുപോലെ അനുമോൾ ഫാൻസ് ആണെങ്കിൽ വിഷമിക്കേണ്ട. ഒരു പക്ഷേ അനുമോൾ ആയിരിക്കും വിജയിക്കുക, അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും വിജയിക്കുക. എങ്കിലും അവസാന നിമിഷം വരെ ഷോയുടെ ട്വിസ്റ്റ് നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ സസ്പെൻസ് നഷ്ടപ്പെടാതെ അത്രയും പക്കയായിട്ടാണ് ബിഗ് ബോസ് ഇത്തവണ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലേ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന മനുഷ്യന്റെ അലിഖിത നിയമം കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് ഈ ഒരു ബിഗ് ബോസിലാണ്. നിങ്ങൾ ഒരു പക്ഷെ പറയും നല്ല ഗെയിമർക്കാണ് ഇവിടെ വിജയിക്കാൻ സാധിക്കുക എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. സർവൈവർക്കാണ് ഇവിടെ വിജയിക്കാൻ സാധിക്കുക എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ കൃത്യമായി ഗെയിം അനലൈസ് ചെയ്യുകയാണെങ്കിൽ അനീഷും അതുപോലെ തന്നെ അനുമോളും ഒരു നല്ല ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗെയിമർ ആണെന്ന് പറയാൻ സാധിക്കില്ല. അനീഷ് ഒരു നല്ല ഗെയിമർ അല്ല, പക്ഷേ അനീഷ് ഒരു കോമണറാണ്. അതുപോലെ പച്ചയായ ഒരു മനുഷ്യന്റെ നേർക്കാഴ്ചയാണ്. അനുമോളാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ഒരു സെന്റിമെന്റ്സ് ആണ്. അവർ മികച്ച ഗെയിമർ ആണോ എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം അവർ നല്ല ഗെയിമർ ആവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. അവരിലൊരു പച്ചയായ മനുഷ്യനും അതുപോലെ നമ്മുടെ ഉള്ളിൽ സെന്റിമെന്റ്സും ആണ് അവിടെ വർക്കൗട്ട് ആവുന്നത് ഏറ്റവും കൂടുതൽ. നല്ല സർവൈവേഴ്സ് ആണ് അവർ. ബിഗ് ബോസിനെ സംബന്ധിച്ച് സർവൈവേഴ്സ് ആണ് ഏറ്റവും മുന്നിൽ വരിക. അതാണ് അതിലെ ഒരു ചരിത്രം. എന്നാൽ ഇതിൽ ഒരാളുടെ ഭാഗത്ത് PR ഉണ്ട്, മറ്റേ ആളുടെ ഭാഗത്ത് PR ഇല്ല. അതും വേറെ കാര്യം തന്നെയാണ്. സ്വന്തം കഴിവുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക്. എന്നാൽ അങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി, നമ്മളൊന്നും താങ്ങാൻ പോലും ഒരാളില്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മാസ് തന്നെയാണ് പറയാ. അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അനീഷ് വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അനീഷിനെ മാത്രമാണ് അങ്ങനെ ഈ ഒരു ഷോയിൽ മുന്നിൽ കാണുന്നത്. അനീഷ് ഒരു സെലിബ്രിറ്റി അല്ല, സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതുപോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയാറുണ്ട്, അതൊക്കെ വലിയ സംഭവമല്ലേ എന്നൊക്കെ. പക്ഷെ ഒരു സെലിബ്രിറ്റിക്ക് ഓൾറെഡി ആളുകളുടെ ഇടയിൽ ഒരു ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അനീഷിന് ആ ഒരു സാധ്യത ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി രണ്ടാം സ്ഥാനമാണെങ്കിൽ രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി രണ്ടാം സ്ഥാനമായി കിട്ടിയുള്ളൂ എങ്കിൽ ഇത്രയും ലെവലിൽ എത്തിയില്ലേ, അത് വേറെ ലെവൽ കഴിവ് തന്നെയാണ്. അതിൽ നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ ആ മനുഷ്യനെ. എന്തായാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നേടിയിട്ടുള്ളത് മിക്കവാറും അനീഷിനെ തന്നെയായിരിക്കും. പിന്നെ PR സഹായത്തോടു കൂടി വിജയിച്ചു എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ അനുമോളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയാൻ സാധ്യത. എന്നാൽ അനീഷ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ പറയാ വേറൊന്നുമല്ല, ഒരു PR-നെയും ബലമില്ലാതെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ കോമണർ എന്നായിരിക്കും എല്ലാവരും പറയുക. എന്തായാലും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൾ അടിച്ചിട്ടുള്ളത് PR വിനുവിന് തന്നെയാണ്. 5 പൈസ ചെലവില്ലാതെ വലിയൊരു പ്രൊമോഷൻ കിട്ടി. ഇനി ബിഗ് ബോസിൽ പോകുന്നവരെല്ലാവരും ഇവന്റെ അടുത്തേക്ക് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും കപ്പടിച്ചില്ലെങ്കിലും കാശ് തിരിച്ചു കൊടുക്കുന്ന ഒരു ഓഫർ ആവും കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ പേര് ഇവന്റെ PR ഏജൻസിനെയോ അല്ലെങ്കിൽ ഇവൻ PR ചെയ്യുന്ന കമ്പനീനെയോ എന്തിനൊക്കെ സമീപിക്കാനായിട്ട് അടുത്ത കൊല്ലം തൊട്ട് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്ന അനീഷാണ്. കാരണം ഞാൻ അനീഷിന്റെ നാട്ടുമ്പുറത്തുകാരനാണ്. അതുപോലെ തന്നെ നാട്ടുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ അനീഷ് ഒരു നല്ല വ്യക്തിത്വമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് വോട്ട് ചെയ്യണമെന്ന് ഇനി പറയാൻ പറ്റില്ലല്ലോ, വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ. അനീഷ് വിജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആരായാലും കമന്റിൽ പറയാവുന്നതാണ്.